ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ഇന്ന് March 14 ആണ് നാഷണൽ ക്രാഫ്റ്റ് ഡേ. അപ്പോൾ നിങ്ങളെ ഇന്ന് ഞാൻ എൻ്റെ ക്രാഫ്റ്റ്സ് എല്ലാം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റ് ടൂർ വീഡിയോ ആണ്. സോ വെൽക്കം ടു അവർ ക്രാഫ്റ്റ് വേൾഡ്. നമുക്ക് ഓരോ ക്രാഫ്റ്റ് ആയിട്ട് കാണാം. കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഈ ഷെൽഫിലാണ് ഫസ്റ്റ് ക്രാഫ്റ്റ് ഇരിക്കുന്നത്. ഈ ഒരു ക്രിസ്മസ് ട്രീ ആണ്. ഇത് കുറേ നാൾ മുമ്പ് ചെയ്തതാണ്, ന്യൂസ് പേപ്പർ വെച്ചിട്ട്. ഒരു മിനിയേച്ചർ ക്രിസ്മസ് ട്രീ ആണ്. അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ ടീപ്പോയിൽ ഒരു കലം വെച്ചിട്ടൊരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്തേക്കുന്നത് പിസ്താ ഷെല്ല് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കലത്തിൽ ബ്ലൂ പെയിൻ്റ് അടിച്ചിട്ട് പിസ്താ ഷെല്ല് ഒട്ടിച്ചു കൊടുത്താണ്. പിന്നെ പേപ്പർ ഫ്ലവേഴ്സുമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതുപോലെ ഒരു ഡ്രീം ക്യാച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രീം ക്യാച്ചർ നമ്മൾ സാധാരണ കാണുന്ന ഡിസൈൻ അല്ല, കുറച്ച് വേരിയേറ്റഡ് ആയിട്ടുള്ള ഡിസൈനാണ്. പിന്നെ ടെസൽസ് ആണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊരു വാൾ ഡെക്കറാണ്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ബേസിൽ ചെയ്തേക്കുന്ന ഒരു വാൾ ഡെക്കറാണ്. ജസ്റ്റ് ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. കുറച്ച് റോസും മാരിഗോൾഡും പിന്നെ കുറച്ച് ലീവ്സ് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ വാൾ ഡെക്കർ ആണെങ്കിലും ഞങ്ങൾക്ക് ഈ ഫ്രെയിമിൻ്റെ ഇടയിൽ വെച്ചപ്പോൾ ഒരു ഭംഗി തോന്നി. അപ്പോൾ അങ്ങനെ അതവിടെ വെച്ചേക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഫ്രെയിമിങ് ഞാൻ റീസെൻ്റായിട്ട് ചെയ്തതാണ്. കുക്കുംബർ സീഡും നമ്മുടെ മസ്റ്റാർഡ് സീഡും വെച്ചിട്ട് ചെയ്ത ഒരു ഫോട്ടോ ഫ്രെയിമാണ്. നമ്മുടെ കേക്കിൻ്റെ ബേസിലാണ് ചെയ്തേക്കുന്നത്. അതുപോലെ ഈ ബട്ടർഫ്ലൈസും. അപ്പോൾ ഇനിയുള്ള വർക്ക്സ് ഒക്കെ മേളിലെ ഫ്ലോറിലാണ്. അപ്പോൾ ഇതൊരു ഗ്ലാസ് പെയിൻറ്റിംഗ് ആണ്. ഒരു മയിലിനെ ചെയ്തേക്കുന്നതാണ് ഗ്ലാസ് പെയിൻറ്റിങ്ങിൽ. അതുപോലെ ഒരു റോസ് ഫ്ലവറും ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ബോട്ടിൽ ആർട്സ് ഉണ്ട്. അപ്പോൾ ഈ ബോട്ടിൽ ചെയ്തേക്കുന്നത് നമ്മൾ പേപ്പർ, സാധാ ഒരു ബോട്ടിലായിരുന്നു, വെള്ളം കുടിക്കുന്ന ഒരു ബോട്ടിലായിരുന്നു. ആ ബോട്ടിൽ നമ്മൾ പേപ്പർ, ന്യൂസ് പേപ്പർ വെച്ചിട്ട് മെടഞ്ഞെടുത്താണ്. ഈ പായൊക്കെ വിടയത്തില്ലേ, അതേപോലെ മെടഞ്ഞെടുത്തൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ കൊടുത്തേക്കുന്നത് നമ്മുടെ കാർഡ്ബോർഡില്ലേ, ആ കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ മേളത്തെ ലെയർ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഓടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താണ്. അത് തന്നെയാണ് ഡോറായിട്ടും കൊടുത്തേക്കുന്നത്. പിന്നെ വെന്റിലേഷനും ജനലും ഒക്കെ കൊടുത്തേക്കുന്നത് ബിസ്ക്കറ്റിൻ്റെ കവർ വരുമല്ലേ, അതിൻ്റെ ആ പോർഷൻ കട്ട് ചെയ്താണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഡിസൈൻ ചെയ്തേക്കുന്നത് ഗ്ലാസ് ലൈനേഴ്സ് വെച്ചിട്ടാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു ക്രാഫ്റ്റാണ് ബോട്ടിൽ ആർട്ടിൽ. നമുക്ക് ഗിഫ്റ്റ് കിട്ടിയൊരു ബോട്ടിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ സ്വീറ്റ്സ് ആയിരുന്നു. അപ്പോൾ അത് തീർന്നപ്പോഴത്തേക്കും നമ്മളതിൽ ഗ്ലാസ് ലൈനർ വെച്ച് ഡിസൈൻ ചെയ്തിട്ട് ഇതിൽ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി ലൈറ്റ് ഇട്ടൊരു വീഡിയോ, ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പോർഷൻ നമുക്കൊരു ഭംഗിയാക്കാൻ വേണ്ടി ഒരു കപ്പിൽ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പണ്ട് ചെയ്ത ഫോട്ടോ ഫ്രെയിംസ് ആണ്. പിന്നെ ഇതൊരു മിറർ വർക്കാണ്. ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ഐസ്ക്രീം സ്റ്റിക്സും ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു മിറർ പീസസുമാണ്. അപ്പോൾ ഇത് കാർഡ്ബോർഡ് ഷീറ്റിൽ നമ്മൾ ഐസ്ക്രീം സ്റ്റിക്സ് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് ഒരു മിറേഴ്സ് അവിടെ എല്ലാം പ്ലേസ് ചെയ്തേക്കുന്നതാണ്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു വോൾ ഡെക്കറാണ്. പിന്നെ ചെയ്തതാണ് ഈ ഒരു വോൾ ഡെക്കർ. അപ്പോൾ ഇത് നമ്മൾ കാർഡ്ബോർഡ് പീസാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ കേക്കിൻ്റെ ഒക്കെ ബോർഡ് വരുമല്ലേ, ആ ബോർഡിൽ റാൻഡമായിട്ട് കളേഴ്സ് കൊടുത്തിട്ട് ഒരു തീം ചെയ്തതാണ്. അപ്പോൾ ഇത് പിസ്താ ഷെല്ല് വെച്ചിട്ടാണ് ഈ മഷ്റൂംസും അതുപോലെ ബേർഡ്സ് ഒക്കെ ഉണ്ടാക്കിയേക്കുന്നത്. അതേപോലെ തന്നെ പിസ്താ ഷെല്ല് വെച്ചിട്ട് ചെയ്തതാണ് ഈ ഒരു ക്രാഫ്റ്റ്. ഒരു ഫ്ലവേഴ്സ് ആണ്. ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കിക്കുന്നത് പിസ്താ ഷെല്ല് വെച്ചിട്ടാണ്. പിന്നെ ചെയ്തേക്കുന്നത് ഈ ഒരു ക്രാഫ്റ്റാണ്. ഒരു സെപ്പറേറ്ററാണ്. ഒരു ഇവിടെ നമ്മുടെ സ്റ്റെയർ കയറി വരുന്ന ഏരിയയിൽ ഒരു കർട്ടൻ ഇട്ടാൽ ഭയങ്കര ഒരു വെട്ടക്കുറവൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനു വേണ്ടി ചെയ്ത ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഈ ക്രാഫ്റ്റ് ഞാൻ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെന്ന് കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐക്കാർഡിലൊക്കെ കൊടുത്തേക്കാം. മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഇതായിരുന്നു ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്തിരുന്നത്. ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത് ഞാൻ പിസ്താ ഷെല്ല് വെച്ചിട്ട് ചെയ്തതാണ്, നമ്മുടെ ഡോറിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. ഇതേപോലെ തന്നെ ഒരു പിസ്താ ഷെൽ ക്രാഫ്റ്റും ഉണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്ത ഒരു ക്രാഫ്റ്റാണിത്. പിസ്താ ഷെല്ല് വെച്ചിട്ട് തന്നെ റൂമിലൊക്കെ നമുക്കൊരു വോൾ ഫ്രെയിം പോലെ അല്ലെങ്കിൽ വോൾ ഡെക്കറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ സെൻറ്ററിൽ വെച്ചിരിക്കുന്ന ഒരു മിററാണ്. ഇത് നമ്മൾ കുറേ നാൾ മുമ്പ് ചെയ്തതാണ്.
പിന്നെ ഈ ഒരു ഗ്ലാസ് പെയിൻറ്റിങ്, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ചെയ്തൊരു ഗ്ലാസ് പെയിൻറ്റിങ്. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് നമ്മൾ സിമ്പിളായിട്ട് ചെയ്തൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഇത് ചെയ്തേക്കുന്നതാണ് നമ്മുടെ തെർമോക്കോളിൽ പുറത്തായിട്ട് ചാർട്ട് പേപ്പർ ഒട്ടിച്ചിട്ട് ഇതേപോലെ ബട്ടർഫ്ലൈസ് വെച്ചേക്കുന്ന. അപ്പോൾ ഇത് ക്രേപ്പ് പേപ്പർ വെച്ചിട്ടാണ് ഈ ബട്ടർഫ്ലൈസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ മേളിലായിട്ട് തെർമോക്കോൾ ബോൾസ് വെച്ച് അറേഞ്ച് ചെയ്തേക്കുവാണ്. അപ്പം ഇതൊക്കെ ചെയ്ത കുറേ വർഷം മുന്നെയാണ്, ഒരു 3-4 വർഷം മുന്നേ ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെയും വെച്ചിട്ടുണ്ട് പിസ്താഷ്യയിൽ വെച്ചിട്ടുള്ള ലോട്ടസ് ഫ്ലവർ. പിന്നെ ഗ്ലാസ് പെയിൻറ്റിങ്, ഇതും കുറേ നാൾ മുമ്പ് ചെയ്തതാണ്. ഇത് സിമ്പിളാണ് ചെയ്യാനായിട്ട്. നമ്മുടെ സാധാ കാർഡ്ബോർഡ് പീസിൽ അല്ലെങ്കിൽ ഗിൽറ്റർ ഷീറ്റ് ഒട്ടിച്ചു. അപ്പോൾ എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഗ്ലാസ് പേപ്പർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിലാണ് ചെയ്തേക്കുന്നത്. ഇത് റീസെൻ്റ് ആയിട്ട് ചെയ്ത ഒരു ക്രാഫ്റ്റാണ്, ഞങ്ങളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത്. അപ്പോൾ ഇത് കുക്കുംബർ സീഡാണ്, ഈ ഫ്ലവറല്ല. അതിൽ നമ്മൾ സൺഫ്ലവറിൻ്റെ ഷേപ്പിലൊരു ഡിസൈൻ കൊടുത്താണ്. നടുക്ക് വെച്ചിരിക്കുന്നതെല്ലാം കടുകാണ്. ഇത് ഞാൻ റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ. നമ്മുടെ ക്രിസ്മസ് ടൈമിൽ ഉണ്ടാക്കിയൊരു ട്രീ ആണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ക്രിസ്മസ് ട്രീ ആണിത്. ഇപ്പോൾ പിള്ളേർക്കോ ആർക്കോ വേണം നമ്മുടെ ചാർട്ട് പേപ്പർ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു ട്രീ ആണ്. ഇത് ജസ്റ്റ് പേപ്പർ ഫ്ലവേഴ്സാണ്. അപ്പം ഈ ഒരു ഗ്ലാസ്സിനൊരു ഭംഗിയാക്കാൻ വേണ്ടി വെറുതെ പേപ്പർ വെച്ചിട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇത് ഈ ഒരു ഫ്ലവർ വേസ്. അപ്പോൾ ഈ ഫ്ലവർ ചെയ്തിരിക്കുന്നത് പാള ഇല വെച്ചിട്ടാണ്. പാള ഇലയിൽ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും, പാള ഇലയിലാണ് ചെയ്തേക്കുന്നത്. അതിൽ കളർ ചെയ്തിട്ട് ലീവ്സും അതിലാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ മേളിലായിട്ടുള്ള ആ യെല്ലോ പോർഷൻ നമ്മൾ തെർമോക്കോളോ അല്ലെങ്കിൽ ചെറിയ ടിഷ്യൂ പേപ്പർ ചുറ്റിയിട്ട് അതിൽ യെല്ലോ കളർ അടിച്ചതാണ്. പിന്നെ ഈ ഫ്ലവർ വേസ് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു പഴയ ജഗ്ഗിൽ നമ്മൾ പേപ്പർ റാൻഡമായിട്ട് കട്ട് ചെയ്തിട്ട് അത് നമ്മുടെ കോഫി പൗഡറിനകത്ത് മുക്കി വെച്ചു ഒരു ദിവസം. എന്നിട്ട് ഉണങ്ങി കഴിഞ്ഞപ്പം ജസ്റ്റ് ചെയ്ത് വെച്ചു, ഒട്ടിച്ച് വെച്ചതാണ്. ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ കുറേ നാളായി, ഇതുവരെ കളറൊന്നും ഫെയ്ഡായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ പോളിഷ് അടിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഇത്രയാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റുകൾ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതേപോലത്തെ എന്തെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അത് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പം അത് ഫോളോ ചെയ്യുന്നവരൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ഫോട്ടോസൊക്കെ. അടുത്ത വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് ഫ്രൈഡേ 2 മണിക്ക് കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.